പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാൻ നമ്മുടെ വാർഡുകളിലൊക്കെ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ബൾബ് മാർച്ച. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ വാർഡുകളിലും അതുപോലെ മറ്റ് പുതുപ്പള്ളിയുടെ പല വാർഡുകളിലും, പുതുപ്പള്ളി തന്നെയല്ല കേരളത്തിലെ ഒട്ടുമുക്ക സ്ഥലങ്ങളിലും ഇതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ഒരു കലാപരിപാടിയാണ് ബൾബ് മാർച്ച. അപ്പം ഒരു ബൾബ് ഇട്ട് കഴിഞ്ഞ് 2-3 ദിവസം തന്നെ നല്ല വെട്ടമായിരിക്കും. അത് കഴിയുമ്പം പിന്നെ ഒരു മങ്ങി അങ്ങ് നിൽക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഈ ഫ്ലാഷ് ലൈറ്റ് ഏതൊക്കെയാ സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുക്കുമ്പോൾ ഫ്ലാഷ് ലൈറ്റ് അടിക്കുന്ന പോലെ ചിലയിടത്തൊക്കെ ഇങ്ങനെ മിന്നുന്ന കാണാം. അങ്ങനെ ഇത് അധികം ഒരു മാസം പോലും 1-2 മാസം കഷ്ടിച്ചാണ് ഒരു ബൾബ് നിൽക്കുന്നത്. അപ്പോൾ അത് നമ്മൾ സാധാരണ ഞാനിപ്പം വീട്ടിൽ LED ബൾബാണ് മേടിച്ചിരിക്കുന്നത്. ഞാൻ കടയിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് 1 വർഷം വാറൻറ്റി എന്ന് പറഞ്ഞാൽ ആ കറക്റ്റ് 1 വർഷവും 1 മാസവും കഴിയുമ്പോഴത്തേനെ പോകത്തുള്ളൂ. പക്ഷേ ഇത് എൻ്റെ കമ്പനിയുടെ പേര് നമ്മുടെ ഈ പുതുപ്പള്ളി പഞ്ചായത്തിൻ്റെ എല്ലാ വാർഡുകളിലും ഇത് എന്തോ ഒരു കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നതാണ്. ഇലക്ട്രിസിറ്റി ബോർഡ് കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ്. അവർ തന്നെ വന്ന് അങ്ങനെ ബൾബ് മാറുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കവറ് കിട്ടി. അപ്പോൾ ഞാൻ ആ കവർ നോക്കിയപ്പോൾ തന്നെ ഗോൾഡൻ എന്നും പറഞ്ഞൊരു കമ്പനി അത് കണ്ടു, നിങ്ങൾക്ക് കാണാം. അത് 30,000 മണിക്കൂറൊക്കെ മറ്റുള്ള LED ബൾബ് പോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ സൈറ്റിൽ കയറി നോക്കിയപ്പോൾ ഇത് മലപ്പുറത്തുള്ളൊരു കമ്പനിയാണ്. അവരാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ വില ഇതേ കൊടുത്തിരിക്കുന്നത് MRP കൊടുത്തിരിക്കുന്നത് 320 രൂപയാണ്. LED ബൾബിൻ്റെ വില നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 60 രൂപ, 70 രൂപ, അല്ലെ 85 രൂപ ഒക്കെ, അല്ലെ മാക്സിമം 100 രൂപ വരെയൊക്കെയാണ് LED ബൾബിൻ്റെ ഏറ്റവും നല്ല ബ്രാൻഡഡ് കമ്പനിയുടെയൊക്കെ വില വരുന്നുള്ളൂ. ഇതിൻ്റെ ഇതേ കൊടുത്തിരിക്കുന്നത് 320 ആണ്. അത് തട്ടിപ്പാണോ എന്നറിയത്തില്ല. ഇനിയിപ്പോൾ അത് സാധാരണ ബൾബിലൊക്കെ MRP കൂടുതൽ കാണും, പക്ഷേ വിൽക്കുന്ന വില കുറവായിരിക്കും. അപ്പോൾ ഞാനിത് നോക്കിയപ്പോൾ ഇതെങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് എന്നാ വിലയ്ക്ക് അത് കൊടുക്കുന്ന അറിയത്തില്ല. ഇത് സർക്കാർ കോടിക്കണക്കിന് രൂപയുടെ ഇത് ഒരു കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നതല്ലേ. ഈ ബൾബ് പെട്ടെന്ന് തന്നെ പോവുകയാണ്. ഇതിന് യാതൊരു ഉത്തരവാദിത്തമില്ല. നമ്മളിപ്പോൾ കടയിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ബൾബ് മങ്ങിപ്പോവുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വെട്ടം കുറയുകയാണെങ്കിലും എല്ലാം 1 വർഷത്തിനുള്ളിൽ എന്ത് സംഭവിച്ചാലും ഏത് കടയിൽ കൊണ്ടുപോയി കൊടുത്താലും ബ്രാൻഡഡ് ബൾബുകളെല്ലാം മാറിക്കിട്ടും. ഏത് കടയിൽ നിന്ന് മേടിച്ചാലും അവർ മാറിത്തരും. പക്ഷേ ഇതിന് യാതൊരു ഇതും കാണുന്നില്ല. ഇവർ പോയിട്ട് കഴിഞ്ഞ് പോകുന്നു, പിന്നെ വേറെ വീണ്ടും ബൾബ് ഇടുന്നു. അത് പുതിയ ബൾബ് ഇടുന്നതായിട്ട് കണക്കാക്കുന്നത്, അല്ലാതെ റീപ്ലേസ്മെൻറ്റിൻ്റെ കണക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു വലിയ തട്ടിപ്പാണ് ഇലക്ട്രിസിറ്റി ബോർഡ് നടത്തുന്നത്. അപ്പോൾ നിങ്ങളിതൊന്ന് കാണുക. കഴിഞ്ഞ ദിവസം എൻ്റെ വാർഡിൽ സമീപ പ്രദേശ വാർഡുകളിലെല്ലാം ബൾബ് മാറുന്നത് ഞാൻ കണ്ടായിരുന്നു. അതനുസരിച്ച് ഞാൻ രാത്രിയിൽ വൈകിട്ട് ഈ ബൾബ് മാറിക്കഴിഞ്ഞിട്ടാണ് രാത്രിയിൽ പോയപ്പം പലയിടത്തും ഇട്ടിട്ട് പോകുമ്പം കത്തുന്നുണ്ട്, അത് കഴിയുമ്പം പിന്നെ കത്തുന്നില്ല പലയിടത്തും. ഇപ്പം എല്ലാം ചിലയിടത്ത് മിന്നി ഇങ്ങനെ നിൽക്കുകയാണ്, മങ്ങി അങ്ങ് നിൽക്കും. കണ്ടോ, ചില ഇതിലെ കത്തുന്നുമില്ല. ഒരാഴ്ചയിൽ കൂടുതലൊരു ബൾബ് നിൽക്കുന്നില്ല. കണ്ടോ, ഇവിടുത്തെ കത്തുന്നേ ഇല്ല. ചില ബൾബ് മാത്രം, ചില പോസ്റ്റിൽ കണ്ടോ, ഇതൊക്കെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇട്ടിട്ട് പോയത് കണ്ടോ, അതൊന്നും കത്തുന്നേ ഇല്ല. ഇത് പുതുപ്പള്ളി പഞ്ചായത്തിൽ തന്നെയല്ല, കേരളത്തിലെ മുഴുവൻ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ഒരു ബൾബ് പോയാൽ മെമ്പർ തെറി കേൾക്കുകയും ചെയ്യും. ഇതാണ് പുതുപ്പള്ളി പഞ്ചായത്തിലൊക്കെ ഇപ്പം മുഴുവൻ പോസ്റ്റുകളിലും മാറിക്കൊണ്ടിരിക്കുന്ന ബൾബ്. ഇതാണ് 15 വാട്ട്സിൻ്റെ ഗോൾഡൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ ബൾബാണ്. ഇതിൻ്റെ MRP കൊടുത്തിരിക്കുന്നത് 320 ആണ്. പക്ഷേ ഇത് ഇവർക്ക് 100 രൂപ എടുത്താണ്ടൊക്കെ വില വരുന്നുള്ളതെന്നാണ് പറയുന്നത്. ഇതൊക്കെ കൊട്ടേഷൻ ഇതല്ലേ, അപ്പം കോടിക്കണക്കിന് രൂപയുടെ ബൾബുകളല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്തൊക്കെ വലിയ തട്ടിപ്പുണ്ടെന്നേ. കാരണം വിലയൊക്കെ എന്ന് പറയുന്നത് പലതിൻ്റെയും വിലയൊന്നും നമുക്ക് കറക്റ്റ് അറിയത്തില്ല. ഇങ്ങനെയുള്ള കമ്പനിയുടെ പേര് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? മലപ്പുറത്തുള്ളതാണ്, സൈറ്റിലുണ്ട്. ഞാൻ സൈറ്റിൽ കയറി നോക്കിയായിരുന്നു. ഇത് ബൾബ് ഇട്ട് കഴിഞ്ഞിട്ട് പോയി കഴിയുമ്പോഴത്തേന് പിന്നെ ഈ ബൾബ് മാറാൻ വേണ്ടി പിന്നെയും കയറണം. ആ ബൾബ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പഞ്ചായത്തിൽ കൊണ്ടുപോയി വെക്കണം. അവിടെ നിന്നാണ് പിന്നെ ഇവർ വന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പം കണ്ടല്ലോ, നമ്മുടെ പല വാർഡുകളിലും ഇതാണ് അവസ്ഥ. അപ്പം ഞാനതിനെപ്പറ്റി വിശദമായിട്ട് വാർഡുകളിലെ മെമ്പർമാരോടും എല്ലാം തിരക്കി കഴിഞ്ഞപ്പോഴത്തേന് കുറച്ച് നാൾ മുമ്പ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ബൾബുകളെന്ന് പറഞ്ഞാൽ ക്രോംപ്ടൺ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ, അത് ബ്രാൻഡഡാണ്. അപ്പോൾ അതിന് ഇവർ വില ഇട്ടിരിക്കുന്നത് 150-160 രൂപയൊക്കെയാണ് വില ഇട്ടിരിക്കുന്നത്. നമുക്കിപ്പം കടയിൽ നിന്ന് ഒരു 80 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 1 വർഷം വാറൻറ്റിയുള്ള ബ്രാൻഡഡ് ഇതുപോലെ തന്നെ ക്രോംപ്ടൻ്റെ ഒക്കെ കിട്ടും. പക്ഷേ ഇതൊക്കെ സർക്കാരിന് കൊടുക്കുമ്പോഴത്തേന് ഇതിന് ഇരട്ടി വില ഇട്ടാണ് ഇവർ കൊടുക്കുന്നത്. അതാണ് കുറേ ഭയങ്കരം. ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇത് സംഭവിച്ചെന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം സർക്കാർ ടെൻഡർ കൊടുത്തിരിക്കുക. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ആര് കൊടുക്കുന്ന അവർക്ക് കൊടുക്കും. അങ്ങനെയാണ് ഈ ഗോൾഡൻ എന്നും പറഞ്ഞൊരു കമ്പനിക്ക് കിട്ടിയിരിക്കുന്നതെന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഇത് എല്ലാ വാർഡിലും, പുതുപ്പള്ളി പഞ്ചായത്തിൻ്റെ തന്നെ കേരളം മുഴുവൻ ഇതുപോലുള്ള പ്രശ്നങ്ങളാണ്. എന്നിട്ടിത് ഈ ബൾബ് പോയി കഴിയുമ്പോഴത്തേന് അടുത്തത് മാറണം. ഈ ഒരു മെമ്പറും ഈ ബൾബ് മാറുന്നിടത്ത് മെമ്പർമാർ ഇത് തന്നെ അവർ ഇതിൻ്റെ കൂട്ടത്തിൽ നിന്നെങ്കിൽ ഇത് മാറിയെടുക്കാൻ പറ്റത്തുള്ളൂ.
അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്കും വലിയൊരു ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഈ ഓരോ പോയ ബൾബുകൾ ഇവർ മാറിക്കൊടുക്കുന്നുണ്ട്. അത് ഓരോ വാർഡിൽ നിന്ന് പിന്നെ ഇഷ്ടം പോലെയാണ് മെമ്പർമാർ പഞ്ചായത്തിൽ കൊണ്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഈ ബൾബ് മുഴുവൻ പോകും, പഞ്ചായത്തിൽ കൊണ്ടുപോയി വെക്കും, വീണ്ടും ഇത് അവർ വന്ന് മാറിയെടുക്കും, വീണ്ടും ഇടും. ഇത് തന്നെയാണ് ഈ വാർഡുകളിലെല്ലാം ഇപ്പോഴത്തെ അവസ്ഥ. ചെണ്ട വന്ന് മന്ദളത്തോട് എനിക്കിട്ട് തല്ല് കിട്ടിയെന്ന് പറഞ്ഞ പോലെ നമ്മളിത് ആരോടാണ് പരാതിപ്പെടുന്നത്?